നമുക്ക് നേരെ കണ്ണൂരിലേക്ക് പോകാം. അവിടെ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. കണ്ണൂർ താവക്കരയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 50ഓളം കുടുംബങ്ങളാണ് വെള്ളത്തിനടിയിലായത്. അഗ്നിരക്ഷാസേന റവന്യൂ അധികൃതരുടെ നിർദ്ദേശാനുസരണം ഒഴിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനത്തേക്ക് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, കണ്ണൂരിലെ സാഹചര്യം നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുതൽ വലിയ രീതിയിൽ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വെള്ളം പൊങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. ജില്ലയിലെ പല പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, ഈ താവക്കരയിൽ ശക്തമായ മഴ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. അവിടെയുള്ള കുടുംബങ്ങളെല്ലാം സുരക്ഷിതരാണോ? വിവരങ്ങൾ. രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ താവക്കര എന്ന പ്രദേശത്താണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ഭീതിതമാണ് ഈ ഒരു പ്രദേശത്തെ സാഹചര്യം എന്നുള്ളത്. പലയിടത്തും വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. മുട്ടറ്റമാണ് പലയിടത്തും വെള്ളം. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ആ ഭാഗത്ത് വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമാണ്. കാരണം ആ ഭാഗത്തേക്ക് ഈ പ്രദേശത്ത് ഏതാണ്ട് 150ഓളം വീടുകളുണ്ട്. ഭൂരിഭാഗം വീടുകളിൽ വെള്ളം കയറിയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ വൈകിട്ടോട് കൂടി തുടങ്ങിയ മഴ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. ആ ശക്തമായ മഴ തന്നെയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഇവിടെ നിന്ന് കൃത്യമായി വെള്ളം വലിഞ്ഞു പോകാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ ഒരു പ്രദേശത്ത് അങ്ങ് ദൂരെ ഏതാണ്ട് നെഞ്ച് അളവോളം വെള്ളമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കാണുന്ന പ്രദേശത്ത് തൊട്ടപ്പുറത്ത് വലിയ തോതിൽ ഈ ഒരു ഭൂരിഭാഗം മേഖലയിലും വലിയ തോതിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടതൊരു റോഡാണെങ്കിൽ അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ മറ്റൊരു റോഡ് കൂടിയുണ്ട്. ആ റോഡിലാകട്ടെ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എത്ര അകലെയോളം ഇതൊരു വലിയ റോഡാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു വലിയ തോടിന് സമാനമായ രീതിയിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. വലിയ ഭീതിതമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വന്നുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ ഓരോരുത്തരെയായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമായവരെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഈ ഫയർഫോഴ്സിൻ്റെ പ്രത്യേകം ബോട്ടിലാണ് ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ വീണ്ടും ആ ഒരു പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പല ആളുകളും ആദ്യഘട്ടത്തിൽ ഈ വെള്ളം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കരുതി പല ആളുകളും മാറാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പൊടുന്നനെയാണ് ഈ ഒരു പ്രദേശത്ത് വലിയ തോതിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് വീടുകളിലൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. വീടുകളിലൊക്കെ തന്നെ എത്ര ഉയരത്തിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. പല വീടുകളിലും വാഹനങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ വാഹനം നേരത്തെ മാറ്റിയതാണ്. കാരണം അത്രയധികം വെള്ളം ഈ ഒരു വീടുകളിലൊക്കെ കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും അവിടെ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പല ആളുകളെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഉള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 150 വീടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് 150 വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. പ്രായമായവരും കുട്ടികളും ഒക്കെ തന്നെ വീടുകളിലുണ്ട്. ആ ഭീതിതമായ സാഹചര്യത്തിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അവരുടെ ചെറിയ ഈ പ്രളയകാലത്തൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ പ്രദേശത്ത് നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കാനുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളെയും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. എന്നാലും വെള്ളം കെട്ടിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപാണ് അല്പമെങ്കിലും ശമനം ഉണ്ടായിട്ടുള്ളത്. അതുവരെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ജില്ലയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, താഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ കണ്ണൂർ തളാപ്പിൽ, അങ്ങനെ വ്യാപകമായി പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ താവക്കരയിൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന പ്രവൃത്തി ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് രോഹിണി.